നമുക്കൊന്ന് മൂത്താന്തറയിലേക്ക് പോകാം. നഗരസഭാ പരിധിയിലെ 56 നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രം നേരത്തെ തകരാറിലായിരുന്നു. നിരവധി പേർ വോട്ട് ചെയ്യാനാകാതെ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. യന്ത്ര തകരാർ പരിഹരിച്ചതിന് ശേഷം വോട്ടിംഗ് പുനരാരംഭിച്ചു എന്ന നല്ല വാർത്തയാണ് മൂത്താന്തറയിൽ നിന്ന് വരുന്നത്. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു മൂത്താന്തറയിൽ നിന്ന്. VS രഞ്ജിത്ത്, 56 ബൂത്തിൽ വോട്ട് ചെയ്യാൻ കഴിയാതെ മടങ്ങിയ ആളുകൾക്ക് യന്ത്ര തകരാർ പരിഹരിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ വിവിധ പോളിംഗ് ഏജന്റുമാരൊക്കെ കൈമാറിയിട്ടുണ്ടാകുമല്ലോ അല്ലേ? ഇപ്പോൾ വേഗത്തിൽ പോളിംഗ് നടത്താൻ കഴിയുന്നുണ്ടോ? ഇനിയിപ്പോൾ അവശേഷിക്കുന്ന സമയം വളരെ കുറവാണല്ലോ. സുജയ, ഈ 56, 57 പ്രശ്നമായതെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആളുകൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ യന്ത്രം പ്രശ്നം ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി വോട്ടർമാർ ഇങ്ങനെ വരിയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഒരല്പസമയം മുമ്പാണ് ഇലക്ഷൻ ഉദ്യോഗസ്ഥരെത്തി VVPAT മിഷൻ്റെ യന്ത്ര തകരാർ പരിഹരിച്ച് ഇപ്പോൾ വോട്ടിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട്. അല്പം മുമ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പറഞ്ഞിട്ടുള്ളതും 6 മണിക്ക് മുമ്പ് എത്തുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം, നേരത്തെയൊക്കെ പല സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ കാത്തുനിന്ന് 1-1.5 മണിക്കൂർ കാത്തുനിന്ന ശേഷം മടങ്ങിപ്പോയ ആൾക്കാരുണ്ട്. നേരത്തെ നമ്മോടൊരു ബസ് കണ്ടക്ടർ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം ഒരു 1/4 മണിക്കൂർ കാത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ബസ്സിൻ്റെ ടൈമായപ്പോൾ, ഡ്യൂട്ടി ടൈമായപ്പോൾ അദ്ദേഹം മടങ്ങിപ്പോയി. അങ്ങനെ പല ആളുകളും മടങ്ങിപ്പോയ ആളുകളുണ്ട്. കുറേയൊക്കെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നവരും ഉണ്ട്. രഞ്ജിത്ത, ഞാൻ തിരിച്ചു വരാം. നമുക്ക് സാനിയോയിലേക്ക് പെട്ടെന്ന് പോകണം. PCR പ്ലീസ് കണക്ട് സാനിയോ. ഇപ്പോൾ മാത്തൂർ ഈസ്റ്റ് LP സ്കൂളിലാണ് വലിയ ക്യൂ ഉള്ളത്. മാത്തൂർ ഈസ്റ്റ് LP സ്കൂളിലേക്ക് നമുക്ക് അടുത്തതായി പോകണം. അവിടെ നിരവധി ആളുകളുണ്ട്. അവിടേക്ക് സ്ഥാനാർത്ഥിയും എത്തിയിട്ടുണ്ട്. P സരിനും എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് സ്ഥാനാർത്ഥികൾ ഓടിപ്പാഞ്ഞു പോവുകയാണ്. ഈ 184 ബൂത്തുകളിലും 100ഓളം ബൂത്തുകളിലേക്ക് ഇതിനകം തന്നെ സ്ഥാനാർത്ഥികൾക്ക് പലയിടങ്ങളിലായി 3-4 ബൂത്തുകൾ ഉള്ളയിടത്ത് ഒരു ബൂത്തിലെങ്കിലും എത്താൻ സ്ഥാനാർത്ഥികൾക്ക് സാധിച്ചിട്ടുണ്ട്. 3 പേരും ആ ഒരു ഓട്ടപ്പാച്ചിലാണ്. അതിന് പിന്നാലെ ഞങ്ങളുടെ പ്രതിനിധികളുമുണ്ട്. കുഞ്ഞുങ്ങളുമായൊക്കെ കാത്തിരുന്ന് വോട്ട് ചെയ്യുന്ന അമ്മമാർ അത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു നല്ല കാഴ്ചയായി മാറുകയാണ്. ഭക്ഷണമൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷം ഉച്ചയ്ക്ക് മുന്നേ 11 മണിക്കൊക്കെ വന്ന് വോട്ട് ചെയ്ത് 1:30 മടങ്ങുന്ന ആളുകൾ, ഉച്ചഭക്ഷണത്തിന് ശേഷം വരുന്ന ആളുകൾ, കുഞ്ഞ് മൊഞ്ചന്മാരും മൊഞ്ചത്തിമാരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ കുട്ടികളും പ്രായമായവരും എല്ലാവരും ചേരുന്ന ഒരു ഉത്സവമായി മാറുകയാണ്. കൽപ്പാത്തിയിലെ രഥോത്സവത്തിന് ശേഷം ഇതാ പാലക്കാടിന് വോട്ടിന്റെ ഉത്സവം, വോട്ട് പെരുന്നാൾ, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സാനിയോ മനോമിയിലേക്കാണ് അടുത്തതായി പോകേണ്ടത്. ഒപ്പം TV പ്രസാദും പിരായിരി പഞ്ചായത്തിലെ 121 നമ്പർ ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട്. TV പ്രസാദ്, 121 നമ്പർ ബൂത്ത്. നമുക്കിനി ബൂത്ത് എണ്ണം പറഞ്ഞ് പെട്ടെന്ന് പോകാം. ബൂത്ത് നമ്പർ 121, TV പ്രസാദ് ഓൺ സ്റ്റേജ്. പറയൂ, എന്താണ് കാഴ്ച? സുജിക, 121 ബൂത്ത് പിരിയാരി പഞ്ചായത്തിലാണ്. ഇവിടെ ഇപ്പോൾ സ്ത്രീകളുടെ അടക്കം വലിയ നിരയാണുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏതാണ്ട് ഒരു 50-60 സ്ത്രീകൾ വരി നിൽക്കുന്നതായി കാണാം. അതുപോലെ തന്നെ ഏതാണ്ട് പുരുഷന്മാരുടെയും നീണ്ട നിരയുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്രയേറെ ആളുകൾ ക്യൂവിലേക്ക് വന്നത് എന്നാണ് പറഞ്ഞത്. ചേച്ചി, എത്ര മണിക്കാണ് വന്നേ വീട്ടിൽ നിന്ന്? ഞങ്ങളൊരു 3:30 എത്തി. അപ്പോൾ ഇവിടെയുണ്ട് എത്ര? ഇനിയും വേണം 1 മണിക്കൂർ വേണ്ടി വരും. 3:30 എത്തിയവരാണ് സുജയ. ഇവിടെയുള്ളവർ 3:30 എത്തി. അതായത് 3:30 എത്തിയിട്ടും ഇവിടെ മാത്രമേ എത്തിയുള്ളൂ. ഇനിയുണ്ട് ഏതാണ്ട് 1 മണിക്കൂറിൻ്റെ അടുത്ത് കഷ്ടി വേണ്ടി വരും എന്നുള്ളതാണ് തോന്നുന്നത്. ഇതേപോലെ പിറകിലോളം ആളുകളുണ്ട്. ഇപ്പുറത്തേക്കുണ്ട് ഇഷ്ടംപോലെ ആളുകൾ. ഇപ്പുറത്തേക്കുണ്ട്. ഏതാണ്ട് എത്ര മണിക്ക് വന്നു? രാവിലെ ഉച്ചയ്ക്ക് ശേഷം. 2 മണിക്കാണ് സമയം, ഓർമ്മയില്ല. 2 മണിക്കാണ് വന്നേ? ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ 3 മണിക്കൂർ. സുജയ, അവർ 3 മണിക്ക് വന്നവരാണ്. നമുക്ക് അവരിലേക്ക് തിരിച്ചു വരാം. 3 മണിക്ക് വന്നവർ ഇപ്പോൾ 4:23 ആയിട്ടേ ഉള്ളൂ. ഞാൻ തിരിച്ചെത്താൻ TV പ്രസാദ്.